ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു നിലപാടും ഒരു നയവും ഒരു സമീപനവുമാണ്. സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ സുവിശേഷ വിഹിതമായ വചനാനുസൃതമായ ഒരു നിലപാട്, വചനാധിഷ്ഠിതമായ ഒരു സമീപനം, നയം. നിങ്ങളെ ഈ നാഷണൽ ഹൈവേ ആത്മീയമായ ദേശീയപാതയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. വചനാധിഷ്ഠിതമായ നയം എന്താണ്? ആ സമയത്ത് പ്രാർത്ഥിച്ചു, അത്രയേ ഉള്ളൂ. ദാവീദിൻ്റെ എപ്പോഴും അങ്ങനെ, അവന് ചങ്ക് പൊടിഞ്ഞു കഴിഞ്ഞാൽ ആളുടനെ പ്രെയർ ചെയ്യും, ചിലപ്പോൾ മണിക്കൂറോളം ചെയ്യും. കൊച്ച് മരിച്ച ബേർഷീബാക്ക് കേസ്, ആ കൊച്ച് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കയറിയ ദാവീദ് 3 ദിവസം ചാരവും പൂശി കടലടി കിടന്നു. പ്രേയറിന് എന്നാ പവറിലാണ് ഈ മനുഷ്യൻ അത് ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈശോയോട് എപ്പോഴും പറയുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ തന്നെയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള വിഷയം പ്രാർത്ഥനയാണെന്ന് മനസ്സിലാകത്തില്ലേ? ആ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ടത് എന്താണ്? പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണമേ. അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതാണ് ആസ്തി ഭദ്രത.